ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഒരു ഫുൾ മോക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്നലെയും ഒരു ഫുൾ മോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് മാർക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ വരുന്ന ആളുടെ പേര് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം നമ്മുടെ LDCയുടെ എക്സാം ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ ഗാദി ബോർഡിൻ്റെ എക്സാം നമുക്ക് ജൂലൈ തന്നെ ഉണ്ട്. സോ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഫുൾ മോക്ക് ചെയ്യണം. 100 മാർക്കിന്റെ ഫുൾ മോക്ക് 1.5 മണിക്കൂർ 90 മിനിറ്റ് സമയം സെറ്റ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്യണം. എങ്കിലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ വീക്കായി പോകുന്നത്, നമുക്ക് എന്തോരം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മോക്കിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലാതാനും. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധി. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം? ഉത്തരം ഓപ്ഷൻ സി, നവംബർ 26. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. 2. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. 3. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. 4. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. ഉത്തരം ഓപ്ഷൻ എ, 1ഉം 3ഉം. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കളവൻകോട്. 5. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്. വില്ലുവണ്ടി യാത്ര നടത്തി. ഉത്തരം ഓപ്ഷൻ സി, 1ഉം 3ഉം. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മിഷനറി സംഘങ്ങൾ? ലണ്ടൻ മിഷൻ സൊസൈറ്റി, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, മുസ്ലിം ഐക്യസംഘം. ഉത്തരം ഓപ്ഷൻ എ, 1ഉം 3ഉം. 7. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. 1. വക്കം അബ്ദുൽ ഖാദർ മൗലവി, കേരള മുസ്ലിം ഐക്യസംഘം. അയ്യങ്കാളി സാധുജന പരിപാലന യോഗം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഉത്തരം ഓപ്ഷൻ ഡി, 1, 2, 3, 4. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ആയുള്ള ബന്ധം? ഉത്തരം ഓപ്ഷൻ സി, ഉധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല? ഉത്തരം ഓപ്ഷൻ സി, പ്രാഥമിക മേഖല. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശ്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2-ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം. 3-ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4-ാം പഞ്ചവത്സര പദ്ധതി സാശ്രയത്വം. ഉത്തരം ഓപ്ഷൻ ഡി, 1, 2, 3, 4. 12. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. സാംസ്കാരിക വൈവിധ്യം, ആയുർ ദൈർഘ്യം, അഴിമതി രഹിത ഭരണം. ഉത്തരം ഓപ്ഷൻ സി, 1ഉം 3ഉം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം? ഓപ്ഷൻ സി, മിന്നുമണി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ? മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശവും കണ്ടെത്തുക. കരിമ്പ് ഉത്തർപ്രദേശ്, തേയില ആസാം, ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. ഉത്തരം ഡി, 1, 2, 3, 4. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, 4. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം വഹിച്ചത് ആര്? ഓപ്ഷൻ ഡി, സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഓപ്ഷൻ ഡി, സോവിയറ്റ് യൂണിയൻ. ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി, ധവള വിപ്ലവം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏത്?
ഓപ്ഷൻ ഡി സ്വത്തവകാശം. 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. പൊതുമുതൽ സംരക്ഷിക്കുകയും അക്രമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക, തുല്യ ജോലിക്ക് തുല്യവേതനം, കുടിൽ വ്യവസായത്തെ പരിപോഷിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ സി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി. ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയിൽ അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഉത്തരം ഓപ്ഷൻ എ. പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി. ഭരണഘടനാ നിർമ്മാണ സഭ. കേരളത്തിലെ ഏതു ജില്ലയാണ് സമുദ്രമായ മറ്റു സംസ്ഥാനവുമായി അതിർത്തി പങ്കിടാത്തത്? ഉത്തരം ഓപ്ഷൻ എ. കോട്ടയം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. ജോൺ ജോസഫ് മർഫി. ഏതു ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി. കൊല്ലം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. നാഷണൽ വാട്ടർവേ 3. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഉത്തരം ഓപ്ഷൻ എ. ഉത്തരായന രേഖ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം ബി. സൈലന്റ് വാലി. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ ഡി. ചാലക്കുടി പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ശബരിഗിരി. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി. ബംഗ്ലാദേശ്. ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തര മഹാസമതലത്തിലാട്ടോ. 35ന്റെ ഉത്തരം ഓപ്ഷൻ ബി. എക്കൽ മണ്ണ്. ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. എക്കൽ മണ്ണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ഓപ്ഷൻ ഡി. ആനമുടി. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? ഉത്തരം ഓപ്ഷൻ എ. പാക് കടലിടുക്ക്. ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ. കൃഷ്ണ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. വളപട്ടണം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം ഓപ്ഷൻ എ. പുന്നമടക്കായൽ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്? ഉത്തരം എ. കോളറ. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി. ലാക്റ്റിക് ആസിഡ്. ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി. ക്യാൻസർ. ECGയുടെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ. ഇലക്ട്രോകാർഡിയോഗ്രാം. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. 46 കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവ ഗ്രന്ഥിയുമാണ്. 47 ഏതു ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ച് എടുക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി. പോപ്പിച്ചെടി. 48 പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം? ഉത്തരം ഓപ്ഷൻ ബി. എംഫിസിമ. ശരിയായ ജോഡി? ജീവകം എ. നിശാന്തത, ജീവകം ബി. ബെറിബെറി, ജീവകം സി. സ്കർവി, ജീവകം ഡി. റിക്കറ്റ്സ്. ഉത്തരം ഡി. 1, 2, 3, 4. ശരീരത്തിൽ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ? ഓപ്ഷൻ ബി. ശ്വേത രക്താണുക്കൾ. 51 ഭൂമിയുടെ ആന്തരിക ഘടനയെ കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. ഉത്തരം 1 ആണ്, അതായത് ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? ഉത്തരം സി ആണ്, കോതയാർ. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളും ഗവേഷണം നടത്താൻ 2014 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി. എക്സ്പോ സാറ്റ്.
ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഓപ്ഷൻ എ ചെല്ലയ്യ കമ്മിറ്റി. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന് ഏറ്റവും പ്രയാസമേറിയ ദൗത്യം? ഉത്തരം ഓപ്ഷൻ സി സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 57 ശരിയായത് തിരഞ്ഞെടുക്കുക. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. ഇതെല്ലാം കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 44 ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം. 86 ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 42 ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന. 91 ഭരണഘടനാ ഭേദഗതി നിയമം കൂറുമാറ്റ നിരോധന കൂറുമാറ്റ നിരോധനം. ഇതിന്റെ കറക്റ്റ് ഉത്തരം 58 സി ആണ്. 1, 2, 3. അതായത് 44 ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം. 86 ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 42 ഭരണഘടനാ ഭേദഗതി നിയമം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 1, 2, 3 ശരിയാണ്. ഏതു ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളിലും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ഉത്തരം എ 106 ഭേദഗതി നിയമം 2023. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള വിവരാവകാശ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 60യുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് ശരി എന്നാണ് ചോദിച്ചത്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഭരണഘടനയുടെ 15ലെ ആർട്ടിക്കിൾ ഭരണഘടന 15ാം ഭാഗത്തിലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. 61ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഭരണഘടനയുടെ ഭാഗം 15ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. 62 കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണം ഉണ്ട്. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. ഇതിന്റെ കറക്റ്റ് ഉത്തരം 62ന്റെ ഉത്തരം എ ആണ്. ഉത്തരം എ ആണ്. അടുത്തത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആരുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്? ഉത്തരം ഓപ്ഷൻ ബി കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ എ 2005. ഏത് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന് രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്.
ഇതിന്റെ ഉത്തരം ഏതാണ്? ഏത് റിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? എ, മാൻറ്റമസ്. മാൻറ്റമസ് റിറ്റ് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന് രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? PSLV C-57. ഉത്തരം സി ആണ്, PSLV C-57. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക. 67ന്റെ ഉത്തരം സി ആണ്, 1ഉം 3ഉം. കൂടിയാട്ടം മണിമാധവ ചാക്യാർ, കേരള നടനം ഗുരു ഗോപിനാഥ്. 68 താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. ഭീമൻ രണ്ടാമൂഴം, ചേതന ആരാച്ചാർ, 1ഉം 3ഉം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 69 വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. പോളോ 4, റഗ്ബി 15, വോളിബോൾ 6, ബാസ്കറ്റ്ബോൾ 9. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. എഴുത്തുകാർ യഥാർത്ഥ പേര് അവരുടെ തൂലിക നാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക. ജോഡികളാട്ടോ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3ഉം 4ഉം. ടി ഉബൈദ് അബ്ദുറഹ്മാൻ, 4 വിലാസിനി MK മേനോൻ. ടി ഉബൈദ് അബ്ദുറഹ്മാൻ, 4 വിലാസിനി MK മേനോൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3ഉം 4ഉം. 71 എക്സ് എന്നത് വൈയുടെ 125% എക്സ് പ്ലസ് വൈ 90 ആണെങ്കിൽ 2x മൈനസ് വൈയുടെ മൂല്യം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി 60 ആണ്. 72 25% കിഴിവ് നൽകിയ ശേഷം ഒരു വിൽപ്പനക്കാരൻ 25% ലാഭം നേടുന്ന വിപണി വിലയും ചെലവ് വിലയും തമ്മിലുള്ള അനുപാതം കണ്ടെത്തുക. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ വായിക്കാം. 25% കിഴിവ് നൽകിയ ശേഷം ഒരു വിൽപ്പനക്കാരൻ 25% ലാഭം നേടുന്നു. വിപണി വിലയും ചെലവ് വിലയും തമ്മിലുള്ള അനുപാതം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, 5:3. 72ന്റെ ഉത്തരം ഓപ്ഷൻ എ. 2 ദിവസം കൊണ്ട് 5 പേർക്ക് 20 മരങ്ങൾ മുറിക്കാം. 20 പേർ 3 ദിവസം ജോലി ചെയ്താൽ ഈ സമയത്ത് എത്ര മരങ്ങൾ മുറിക്കാം? ഉത്തരം 73ന്റെ ഉത്തരം ഓപ്ഷൻ സി, 120. 74 ആദ്യത്തെ 52 പൂർണ്ണസംഖ്യകൾ 2 എന്ന അക്കം എത്ര തവണ ദൃശ്യമാകും? 74ന്റെ ഉത്തരം ബി, 15. 75 ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ എഡ്യൂക്കേഷൻ എന്നത് JHPFBNRDB എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കോഡ് ഭാഷയിൽ മെഡിസിൻസ് എങ്ങനെ എഴുതാം? ഉത്തരം ഓപ്ഷൻ സി, ZJHRXRBJL. 76 തുടർച്ചയായി 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനം എപ്പോഴും ഏത് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനാകും? ഉത്തരം ഓപ്ഷൻ ബി, 6. ഉത്തരം ഓപ്ഷൻ ബി, 6. ഉത്തരം ഓപ്ഷൻ ബി, 6. സമയം 3:20 ആയിരിക്കുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, 50 ഡിഗ്രി. സമയം 3:20 ആയിരിക്കുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 77ന്റെ ഉത്തരം ഓപ്ഷൻ ഡി, 50 ഡിഗ്രി. 78 ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് പരമാവധി എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം? ഉത്തരം ഓപ്ഷൻ ബി, 4. 5, 12, 19 എന്ന സമാന്തര ശ്രേണിയിലെ പദം അല്ലാത്ത സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ സി, 810. ഒരു കലണ്ടറിലെ 4 തീയതികൾ രൂപീകരിക്കുന്ന സമയം സമചതുരത്തിന്റെ തുക 54 ആയാൽ അവയിലെ ഏറ്റവും ചെറിയ തീയതി ഏത്? അവയിലെ ഏറ്റവും ചെറിയ തീയതി ഓപ്ഷൻ എ, 12. ഓപ്ഷൻ എ, 12. അടുത്തത് ഇംഗ്ലീഷ് ആണ്. Filling the blank using correct tense form of the verb given in the bracket. I dash here still till Sunday. സ്റ്റേയുടെ കറക്റ്റ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, will be staying. ഉത്തരം ഓപ്ഷൻ സി ആണ്, will be staying. Choose the right option that suggests change in voice of the sentence. Please draw the figure.
പാസീവ് വോയിസിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 82ന്റെ ആൻസർ ബി ആണ്. യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ. 83 ഫില്ലിംഗ് ദ ബ്ലാങ്ക് യൂസിംഗ് സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ ഐ ഡാഷ് വാക്ക് 10 miles വിതൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. 83ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്യാൻ. 84 കംപ്ലീറ്റ് the following sentence using appropriate question tag. Complete the following sentence using appropriate question tag. It is not raining. ഇതിന്റെ ഉത്തരം എ ആണ്, is it. Combine the two sentences using suitable correlate conjunction. It is not useful, it is not ornamental. ഇവിടെ correlative conjunction യൂസ് ചെയ്യാനാണ്. ഇതിന്റെ ഉത്തരം സി, neither nor. Choose the synonym of the word italicsed in the sentence from the given option. Sir, he was killed in the battlefield. Sir, he was killed in the battlefield. ഇതിന്റെ ഉത്തരം 86ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, slain. Filling the blank using appropriate gerund form of the given of the word given in the bracket. 87ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, sharing. Do you mind? ഷെയറിന്റെ കറക്റ്റ് gerund form എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. Substitute the word underlined with a suitable phrasal verb. The director summoned me and asked for an explanation. 88ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, sent for. Filling the blank using suitable preposition. He felt no camps dash borrowing money from his friends. 89ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, about. 90 give the correct spelling of the adjective that means careful or taking great. ഉത്തരം എ ആണ്, ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ഉത്തരം എ ആണ്, 1 അടിമത്തം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? ഉത്തരം സി ആണ്, പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. 93 താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച വിവർത്തനം ഏത്? 93 ബി ആണ്, പലതുള്ളി പെരുവെള്ളം. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. 93ന്റെ ഉത്തരം ബി ആണ്, പലതുള്ളി പെരുവെള്ളം. താഴെ പറയുന്നതിൽ പർവ്വതത്തിന് പര്യായപദം അല്ലാത്തത് ഏത്? 94ന്റെ ഉത്തരം എ ആണ്, ചലം. ജംഗമം എന്ന പദത്തിന്റെ വിപരീതം ഏത്? 95ന്റെ ഉത്തരം ഡി, സ്ഥാവരം. കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത്? ഉത്തരം ഡി, കർഷക. കൈ ആടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥമെന്ത്? 97ന്റെ ഉത്തരം ഓപ്ഷൻ ബി, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴി ഉണ്ടാകൂ. 98 താഴെ കൊടുത്തിരിക്കുന്നത് സമാന പദം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, തെരുവ്. ഓപ്ഷൻ ഡി, തെരുവ്. പല ഉരു പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി, പല പ്ലസ് ഉരു. പല ഉരു പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി, പല പ്ലസ് ഉരു. മലാല യൂസഫ് സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, PV ആൽബി. 100 ക്വസ്റ്റ്യൻസ് PYQസും SCRTയും ഉൾപ്പെടുത്തിയതാണ്. ഉറപ്പായിട്ടും സമയം സെറ്റ് ചെയ്ത് നോക്കുക. മാർക്ക് നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഏറ്റവും ടോപ്പിൽ വരുന്ന ആളുടെ മാർക്ക് മെൻഷൻ ചെയ്യുന്നതാണ്, പേര് മെൻഷൻ ചെയ്യുന്നതാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസറിന് വ്യത്യാസം ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. PSCയുടെ ആൻസർ കീ എന്നുള്ള ആൻസർ ആണ് എടുത്തിരിക്കുന്നത്. ചേഞ്ച് വരികയാണെങ്കിൽ മാറ്റുന്നത് ആയിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.